തിരുവനന്തപുരം മേയറും എംഎൽഎ സച്ചിൻ ദേവും ചേർന്ന് കെഎസ്ആർടിസി വാഹനം തടഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിൽ. ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിലും പ്രതികളെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഡ്രൈവർ യദുവിന്റെ തീരുമാനം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം പാളയത്ത് വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും സഞ്ചരിച്ച വാഹനം കെഎസ്ആർടിസി ബസ്സിനെ തടഞ്ഞത്. തുടർന്ന് ആരോപണങ്ങളുമായി ഇരുപക്ഷവും രംഗത്തെത്തിയിരുന്നു. കെഎസ്ആർടിസി വാഹനം ഓടിച്ച ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നായിരുന്നു ആര്യയുടെ ആദ്യ പരാതി. അധിക്ഷേപം ചോദ്യം ചെയ്യാനാണ് വാഹനം ഓവർടേക്ക് ചെയ്തതെന്നായിരുന്നു മേയർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത്. വാഹനം തടഞ്ഞത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്നും മേയറുടെ വിശദീകരണമുണ്ടായി. എന്നാൽ ഇത് പൊളിക്കുന്നതായിരുന്നു പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. ഈ സാഹചര്യത്തിൽ മേയർക്കെതിരെയും എംഎൽഎ സച്ചിനെതിരെയും യദുകൃഷ്ണൻ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചെങ്കിലും മേയർക്കെതിരെയോ MLAക്കെതിരെയോ നടപടി സ്വീകരിക്കുവാനോ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടി ചെയ്യുവാനോ പോലീസ് തയ്യാറായില്ല. വിഷയത്തിൽ ബസ്സിനുള്ളിലെ CCTV ക്യാമറകൾ നിർണായകമാണെന്നിരിക്കെ ക്യാമറകളുടെ മെമ്മറി കാർഡ് നഷ്ടമായതിലും ദുരൂഹത തുടരുകയാണ്. 48 മണിക്കൂറിലധികം പിന്നിട്ടിട്ടും ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേസിൽ അട്ടിമറി നടത്താൻ ഇടതു പാർട്ടി നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന ആരോപണങ്ങളും പ്രതിപക്ഷം നടത്തുമ്പോഴാണ് കേസിന്റെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കുന്നത്. കാർഡ് കത്തിച്ചു കളഞ്ഞുവെന്ന് ഡ്രൈവർ യദുവിന്റെ ആരോപണവും കൂടുതൽ ബലപ്പെടുകയാണ്. അതോ കേസിനെ വഴിതിരിച്ചു വിടുവാൻ ആരെങ്കിലും മെമ്മറി കാർഡ് മാറ്റിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ സച്ചിൻ ദേവോ വാഹനത്തിന്റെ കണ്ടക്ടറോ തയ്യാറായിട്ടുമില്ല. വാഹനത്തിനുള്ളിൽ സച്ചിൻ ദേവ് കയറി ചില അതിക്രമങ്ങൾ കാട്ടിയിരുന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടമാകുന്നത്. ജനം, തിരുവനന്തപുരം.